അപ്പോൾ അത് ഇതുപോലെ അൽഫോൻസ് പുത്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ബിഗ് ബിയിലെ അവർ ഗെറ്റപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഡയറക്ടറെ വിളിക്കാൻ പറഞ്ഞു. അൽഫോൻസ് വന്ന് നോക്കി, ചേട്ടൻ മീശ എടുത്തോ? ഞാൻ പറഞ്ഞു മീശ എടുത്തു, ഇപ്പോൾ ഓക്കെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലേ വേണം മീശ വെക്കാം. ചേട്ടാ അൾട്ടിമേറ്റ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ അനന്തപുരം അവസ്ഥാണ് കാസറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാസറ്റ് ഉണ്ടോ? ആണോ? അപ്പോൾ ഞാൻ ഒന്ന് കണ്ടാലേ, ഇപ്പം അന്യനാടല്ലേ, നമ്മളെ ബാധിക്കില്ല, മാനസിക പൊരുത്തപ്പെടാം. ഇന്ത്യയിലല്ലല്ലോ ഈ ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് മാനറിസം എന്നെ കൊണ്ട് അഭിനയിച്ച് കാണിച്ച്, ഇത് നിങ്ങൾ കോട്ടയത്ത് പോയിട്ട് ഒരാഴ്ച നല്ല റിഹേഴ്സൽ ചെയ്തിട്ട് സെറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ കോട്ടയത്ത് പോയി ഇത് ഡ്രീം ഇങ്ങനെ സ്വപ്ന ലോകത്തായിരുന്നു. ഹരിഹരൻ സാറിൻ്റെ പടം. നിങ്ങൾ തലക്കൽ ചന്ത് വേണം കേട്ടോ, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റായിക്കോണം. അറിയാലോ, കാടിൻ്റെ പുത്രനാണ്. കാട് അയാൾക്ക് കളിത്തൊട്ടിലാന്ന MT എഴുതി വെച്ചിരിക്കുന്നത്, അത് ഓർത്തോണം. ഞാൻ ശരി സാർ. മനോജ്, അപ്പം ഞാൻ അപ്പത്തേക്ക് ഒന്ന് നേറ് പിടിച്ച് വയറൊന്നകത്തോട്ട് പിടിച്ച് ഇങ്ങനെ പുറകെ കൈയിട്ട്, ഈ പുറകെ കൈയിട്ട് ഇന്ന് അത്യാവശ്യം ഒരു സ്റ്റൗട്ട് ലുക്ക് വരും. അപ്പോൾ ഞാനിങ്ങനെ നിന്നു. അല്ലെ മമ്മൂക്കയോട് ചൂണ്ടിക്കാണിച്ചു, മമ്മൂസേ മനോജിനെ നോക്ക് കാര്യമായിട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ മമ്മൂക്ക അത് പൊളിച്ചടുക്കി. അയാളുടെ നിഗൂഢതയുണ്ട്. ഈ കണ്ണാടി കണ്ണാടി മാറ്റി മറ്റേ കണ്ണാടി വെക്കുന്ന ഷോട്ട് എടുക്കുമ്പോൾ എനിക്കറിയാം വക്കച്ചൻ്റെ അവസ്ഥ ഇതായിരിക്കണം, ഇവിടെ ഞാൻ ഈ പ്രൊഫൈലിൽ ഞാനത് കൊടുക്കേണ്ടതെന്ന് എൻ്റെ കൃത്യമായ എനിക്ക് ധാരണയുണ്ട്. അത് ഈ ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് പിൽക്കാലത്ത് മനസ്സിലായത് മുരളീധരനോട് അഭിനയിച്ച പടങ്ങളൊക്കെ വീണ്ടും കണ്ടപ്പോഴാണ്. സത്യം മനീഷ, എനിക്ക് അതിന് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. എനിക്കിപ്പോഴും അറിയില്ല, കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു വലിയ സംഗീത പശ്ചാത്തലമുള്ള കുടുംബം, സംഗീത പശ്ചാത്തലം എന്നുള്ളതിനേക്കാളും അതിനേക്കാൾ വലിയ സംഗീത പാരമ്പര്യം, അതിൻ്റെ തുടർച്ച, എത്രയോ ലെജൻഡറി ആയ ആളുകളുമായിട്ട് പലതരത്തിൽ വീട്ടിൽ വന്നു പോകുന്നൊരു സ്ഥലത്തു നിന്നാണ് നമ്മളൊരു ആക്ടിംഗ് എന്നുള്ള പാഷനുമായിട്ട് പോകുന്നത്. അവിടെയും ഈ പറയുന്ന കഠിനാധ്വാനം എന്നുള്ള വാക്ക് തുടക്കത്തിൽ വേണ്ടി വരുന്ന ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ബോധം കെട്ട് വീഴുന്നു പറയുമ്പോൾ നമ്മൾ ഏത് അറ്റം വരെ അഭിനയിക്കാൻ പോകേണ്ടി വരില്ല. ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ മംഗലാപുരത്ത് മറ്റേ ഇതിൻ്റെ പെരുന്തച്ചിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നേരെ കയറി മുട്ടയടിക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മളൊരു പ്രീ പ്ലാനിന് പുറത്ത് എന്ന് പറയുന്നിടത്ത് ഇപ്പം നാളെ മുട്ടയടിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഓക്കെ റെഡി എന്ന് പറയുന്ന സാധനമല്ലോ. എല്ലാത്തിനും യെസ് പറയേണ്ടി വരുന്ന, ചിലപ്പോൾ അതിനേക്കാൾ തീവ്രമായ ഒരു ക്യാരക്ടറാണ് ചെയ്യേണ്ടെങ്കിൽ അതിനും റെഡിയാവുന്ന ഒരു സാധനമാണല്ലോ. അത് ആ ഒരു അഭിനിവേശത്തിൻ്റെ പിറവി ശരിക്കും എങ്ങനെയാണ്? അങ്ങനെ എന്തും ചെയ്യാമെന്ന് തീരുമാനിക്കുമല്ലോ. നമ്മൾ ഇത്രയൊക്കെ പാടാണെങ്കിൽ അഭിനയമാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ആളും ഉണ്ടാവുമല്ലോ. ഈ പെരുന്തച്ചനിൽ ഞാൻ അവിടെ ചെന്ന് 2 ദിവസം വെയിറ്റ് ചെയ്തു. MT സാർ വന്നാലേ ആ ക്യാരക്ടർ ഫിക്സ് ചെയ്യുള്ളൂ, നിങ്ങൾ പുതിയ ആളല്ലേ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ 2 ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഒരു സീൻ എന്നെ കൊണ്ട് വെറുതെ ചെയ്യിച്ചു നോക്കിച്ചു തലേ ദിവസം. അവസാനം MT സാർ പിറ്റേ ദിവസം വരുമെന്ന് പറഞ്ഞു. രാവിലെ സീൻ എടുത്ത് തുടങ്ങി, പക്ഷേ ഞാൻ മുട്ടയടിക്കുകയും ചെയ്തു. ഇനി MT സാർ വന്ന് എൻ്റെ അഭിനയം കണ്ടിട്ട് മോശമെന്ന് ചില പറഞ്ഞു വിട്ടാൽ എൻ്റെ മുടിയും പോയി ചാൻസും പോയി അല്ല. അപ്പം അങ്ങനെ ടെൻഷനിൽ ആ സീൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഉച്ചയായപ്പോൾ MT സാറിനെ ഞാൻ പോയി കണ്ടു. ആ സീൻ എടുക്കുമ്പോൾ സാറോട് ഇരിപ്പുണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇദ്ദേഹം അധികം എക്സ്പ്രസ് ചെയ്യില്ല, ഒന്ന് ചിരിക്കുകയോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് എൻ്റെ സാറിന് എൻ്റെ പരിപാടി തീർന്നു, മുഖം കണ്ടിട്ട് ഒരു രക്ഷയില്ല, ഒരു ഇഷ്ടക്കേട് പോലെ തോന്നി എനിക്ക്. ഉച്ചയായപ്പോൾ ഞാൻ പോയി കണ്ടു, സാറ് ഞാനാണ് രാവിലെ അഭിനയിച്ച മനോജ് K ജയൻ, ഇങ്ങനെ തലയിൽ കെട്ടം കെട്ടിച്ചെന്ന്. ഞാൻ ഇറങ്ങുകയാണ്, നന്നായിട്ട് ചെയ്യുക, നല്ല ക്യാരക്ടറാണ്, നന്നായി വരും എന്നൊരു ബ്ലെസ്സിങ് തന്നു. അതൊരു ഭയങ്കര, കാരണം പെരുന്തച്ചനാണ് എല്ലാത്തിനും കാരണം. എൻ്റെ സിനിമയിലേക്കുള്ള ഏറ്റവും നല്ല വഴി തുറന്നു തന്ന പെരുന്തച്ചനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ വലിയ കാര്യമായിരുന്നു. അപ്പം ഈ അപ്രതീക്ഷിതമായ മുട്ടയടിക്കൽ പിന്നെ ഉണ്ടായത് ഫാൻറ്റം വെയിലിക്കാണ്. ഞാൻ അങ്ങനെ 2-3 പടത്തിനാണ് മുട്ടയടിച്ചത്, 2 പടത്തിനുള്ളതെന്ന് തോന്നുന്നു. അപ്പം ഈ ഫാൻറ്റം വെയിലിയുടെ കഥ ടെറിഫിക് വില്ലാണെന്ന് എനിക്കറിയാം. മമ്മൂക്കയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. മമ്മൂക്കയുടെ കൂടെ അത്രയും ടെറിഫിക് വില്ല ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അതായത് മറ്റേ ഇത് കുടിക്കുകയാണല്ലോ. അതെ തിളച്ച ചായയൊക്കെ ചുമ്മാ പുല്ലുപോലെ കുടിച്ചിട്ട് ക്ലാസ് എടുത്ത് എറിയുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് ഡെന്നിസ് ജോസഫ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. മീൻസ് കഥ ക്യാരക്ടർ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു, എടാ നീ താർത്തോണം കിടിലൻ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ ആയപ്പോൾ എനിക്ക് എങ്ങനെ ഇത് ഗെറ്റപ്പിന് എങ്ങനെ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ച് ഇവരിതൊന്നും പറയുന്നുമില്ല. ഇവരുടെ മാക്സിമം ഉദ്ദേശം എന്താ, ഒരു പറ്റ മുടി പോലീസ് ഓഫീസർ, അതല്ലേ നോർമലി അവർ ചിന്തിക്കും. അതായത് അതല്ലാത്തൊരു പോലീസ് ഓഫീസർ അത്രേ അവർ ചിന്തിച്ചിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ ചെന്നൈയിൽ നിന്ന് വന്ന് നേരെ മറയൂർ ഫാൻറ്റം വെയിലിയുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നു. എൻ്റെ ഷൂട്ടിംഗ് ഉച്ച കഴിഞ്ഞാണ്. അപ്പോൾ രാവിലെ എന്തൊക്കെ ഷോട്ട് എടുത്ത് തുടങ്ങി. അപ്പോൾ ഞാനവിടെ രാവിലെ ചെന്നു. ഞാൻ ആ സെറ്റ് നിന്നിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്യാണ്, ഇവരോട് പറഞ്ഞാലോ ഞാൻ തല മുടി അങ്ങ് എടുക്കാം. ഇവർക്ക് ഓക്കെ ആണെന്ന് നമുക്ക് അറിയത്തില്ല, ഡയറക്ടർക്ക് ഓക്കെ ആവണ്ടേ.
അങ്ങനെ ഞാൻ ഡയറക്ടറെ മാറ്റി വിളിച്ചുകൊണ്ട് പോയി. ബിജു വർക്ക് ചെയ്യുന്ന ഡയറക്ടർ. ബിജു നീ വന്ന ഒരു സെക്കൻഡ്, ഞാനേ മുടി അങ്ങ് എടുക്കട്ടെ മൊത്തം. ചേട്ടാ മുടി എവിടെ എടുക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുക, എനിക്ക് ഈ ക്യാരക്ടറേ അങ്ങനെ നിൽക്കണം, നമുക്കവിടെ കൂടെ ഒപ്പത്തിൽ നിൽക്കണ്ടല്ലേ, അപ്പോൾ എടുത്താൽ കുറച്ചുകൂടി ടെറിഫിക് ലുക്ക് വരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓഫർ കൊടുത്ത് മുട്ടയടിച്ചാളെ സെറ്റിൽ. മംഗലാപുരത്ത് പോകുമ്പോൾ നമ്മള് അത് അവരുടെ ആഗ്രഹമല്ല, അവര് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ വിധേയനായെന്നുള്ളൂ. ഇതല്ല, നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യാം. ഇതുപോലെ തന്നെ നേരത്തിലൊരു ചെറിയ സി ഡി റേറ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ഇതുപോലെ അൽഫോൻസ് പുത്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ബിഗ് ബിയിലെ അവർ ഗെറ്റപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെ പറ്റി ഒരു ചെറിയ ഒരു സാധനമൊക്കെ ബിറ്റൊക്കെ റെഡിയാക്കി അവിടെ ചെന്ന് അവിടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ മേക്കപ്പ് മാനോട് പറഞ്ഞു, എടാ ഈ മീശയും കൂടെ അങ്ങ് എടുത്താൽ ഇതിനൊരു ഊളൻ ലുക്ക് കുറച്ചുകൂടെ. ബിഗ് ബിയിലും എൻ്റെ ചെറിയ ബുൾഗാൻ താടി ഉണ്ടല്ലോ, ഈ ക്യാരക്ടർ കേട്ടിടത്തോളം ഇയാളൊരു വെറും എന്താ പറയുന്നത് ഒരു ഊളൻ ഡോണാണ്. അപ്പം കുറച്ചുകൂടെ ലുക്ക് വരണം മീശ. ചേട്ടാ അത് ഡയറക്ടർക്ക് ഓക്കെ ആണെന്ന് അറിയില്ലല്ലോ. ഇത് ഞാൻ ഡയറക്ടറെ വിളിച്ചില്ല, മറ്റേ ബിജു വർക്ക് വിളിച്ചു വെച്ചു. എനിക്കറിയാം അൽഫോൻസ് സംഭവിക്കുമെന്നറിയാം. ഞാൻ റേസർ എടുക്കുക, മീശ അങ്ങ് എടുത്തു. ഞാൻ പറഞ്ഞ ഡയറക്ടറെ വിളിക്കാൻ പറഞ്ഞു. അൽഫോൻസ് വന്ന് നോക്കി, ചേട്ടൻ മീശ എടുത്താ? ഞാൻ പറഞ്ഞ മീശ എടുത്ത് ഇപ്പോൾ ഓക്കെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലേ വേണം മീശ വെക്കാം. ചേട്ടാ അൾട്ടിമേറ്റ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ചേട്ടനോട് എങ്ങനെയാണ് മീശ എടുക്കാനൊക്കെ പറയുന്നത്? പെട്ടെന്ന് വന്ന ഒരാളുടെ മീശ എടുക്കാൻ, ഒരു ആക്ടറല്ലേ, ഇത്രയും പടവേളങ്ങൾ ചെയ്യുന്നതല്ലേ. ഭയങ്കര ഹാപ്പിയായി അൽഫോൻസ് പുത്രൻ. അങ്ങനെയാണ് ആ സിനിമ 1-1.5-2 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഈ പറഞ്ഞാൽ അത് എനിക്കൊന്ന് എല്ലാ കാലത്തേക്കും ട്രെൻഡ്, ട്രോള് വിട്ടു പോവാത്ത സി ഡി റൈറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് എത്ര ട്രോള്. അത് മാത്രം ഞാനത് നമ്മുടെ വിപിനാറ്റ്ലിയുടെ പടവും ഇതേപോലെ ആ റോളും നമ്മുടെ പിന്നെ ടെലിവിഷൻ അതും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഞാൻ പുള്ളിയുടെ ഭാവഹാദികള് മറ്റേ ഈ പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ ക്യാരക്ടറിന് ഒരു ബോഡി ലാംഗ്വേജ് കൂടി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണല്ലോ, അതിലേക്ക് ഇത് ചെയ്യാന്നുള്ളത്. അത് പുള്ളി ആകാശവാണിയിൽ കമ്പോളതരവനും വായിച്ചോണ്ടിരുന്ന ആളാ. ജാതിപത്രി 350 രൂപ, ജാതിക്ക തൊലി കളഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഈ വായിക്കില്ല റേഡിയോ. അങ്ങനെ കഴിഞ്ഞിരുന്ന ആള് പെട്ടെന്ന് ഒരു ചാനലിന്റെ മേധാവിയായിട്ട് വരുന്നത്. പുള്ളി അത് തന്നെ തുടരുകയാണ്. പുള്ളിയുടെ സംഭാഷണമൊക്കെ ആ സ്റ്റൈലിലാണ്. രസമുള്ള ക്യാരക്ടറായിരുന്നു. ഈ നേരത്തെ ഇപ്പം ഭരതൻ സാറ്, ഹരിഹരൻ സാറ്, നമ്മൾ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള വളരെ സീനിയർ മോസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അവിടെ നമുക്കൊരു ഒരു ഒരു ആദരവിൻ്റെ അകലം ഭയങ്കര മാറ്റർ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം ഷാജി കൈലാസ്, രഞ്ജിത്ത് ഇവരൊക്കെ ആയിട്ട് വരുന്ന സിനിമയാകുമ്പം അവിടെ ഒരു സൗഹൃദത്തിന്റെ ഒരു തീവ്രതയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെയല്ല. ഇപ്പം അത് കഴിഞ്ഞിപ്പോൾ അൽഫോൺസ്, ജോഫിൻ വരെയുള്ള ആക്ടേഴ്സ് നോക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി ഇപ്പം ചേട്ടാ അത് ചെയ്യുമെങ്കിൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കുന്നത് ഭയങ്കര ഒരു വേറെ തരം ബോണ്ടിങ് ആണ് വരുന്നത് 2 ജനറേഷൻ്റെ. പക്ഷെ ഇവിടെയെല്ലാം ആക്ടറായിട്ട് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്തൊരു തരം, ഞാൻ നമ്മളുടെ ഒരു ശേഷി തന്നെയാണ് അവളുടെ മാറ്റർ ആവുന്നത്. നമ്മൾ ഏത് തരം ക്യാരക്ടറും ചെയ്യും. അല്ല ഇപ്പം പലപ്പോഴും പറയുന്നൊരു സീനിയർ ആക്ടറാണ്, നമ്മൾക്ക് പറഞ്ഞാൽ ശരിയാവോ, ഇങ്ങനെ ലുക്ക് വേണമെന്ന് പറഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അവർക്ക് തന്നെ ഒരു ആശങ്ക ഉണ്ടാവുന്നിടത്ത് അത് പരിഹരിച്ചു കൊടുക്കുന്ന പോലത്തെ ക്യാരക്ടറാണല്ലോ നമ്മൾ വക്കച്ചൻ വരെ നോക്കി കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഈ പറയുന്ന ഈ 3-4 തലമുറയിലേക്കുള്ള മാറ്റത്തെ പേഴ്സണലി കാണുന്നത്? അതിങ്ങനെയുള്ള സെറ്റുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്ന കാര്യം 35 വർഷത്തെ എക്സ്പീരിയൻസോ ഞാൻ ഇത്രയും ക്യാരക്ടർ ചെയ്തെന്നോ സിനിമയൊന്നോ ഉള്ള ഒരു സംഭവം ഞാനവിടെ കാണിക്കാൻ പോകില്ല. അവരുടെ കൂടെ ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്നുള്ള ലെവലിൽ ഇപ്പോൾ ജോഫിനാകുമ്പോൾ ജോഫിൻ്റെ ഒരു നടനായിട്ട് ഞാൻ ഒരു ഉപകരണമായിട്ട് പോയി നിൽക്കുകയുള്ളൂ. ജോഫിൻ പറയുന്നത് ഞാൻ കേൾക്കാം. അതിൻ്റെ എൻ്റെ സീനിയോറിറ്റിയോ വിഷയങ്ങളോ എക്സ്പീരിയൻസോ ഒന്നും ഞാനവിടെ കാണിക്കാൻ നിൽക്കില്ല. അവർക്ക് അവരുടെ സിനിമ വലുതാണ്. അവർക്കറിയാം ആ ക്യാരക്ടർ എങ്ങനെ ചലിക്കണം, എങ്ങനെ കൈയെടുക്കണം, കാലെടുക്കണം, കണ്ണനക്കണം എന്നൊക്കെ അവർക്കറിയാം. അതിനെ ഞാൻ അനുസരിക്കാനും ശ്രമിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ അല്ല അത് വേണ്ട, അതങ്ങനെ വേണ്ട, അത് ഞാനിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും പറയാറില്ല. അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അവരുടെ സിനിമയ്ക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത് നമ്മളൊരു ആക്ടർ മാത്രമാണ്. നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവരെന്താണ് ഒരു ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത് അത് മാത്രം ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കും. അത് ഞാൻ മറന്നിട്ട് പോകുള്ളൂ. പക്ഷെ അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവും. നമ്മുടെ എക്സ്പീരിയൻസ് ഈ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ ഇത് ചെയ്താൽ നന്നാവില്ല, ഇങ്ങനെ ഒരു ചേഞ്ച് അതിൽ വരുത്താം, ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്താം, അങ്ങനെ ഒരു മീശയിൽ ഇങ്ങനെ വരുത്താം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിനെ എലവേറ്റ് ചെയ്യാൻ ഗുണം ചെയ്യും. തീർച്ചയായും. കാരണം ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ നേരത്തിൻ്റെ സെറ്റിൽ ചെല്ലുമ്പോൾ അൽഫോൻസിൻ്റെ 2 ദിവസം വർക്കായി ചോദിച്ചത്. 2 ദിവസത്തിൽ 1.5 ദിവസം കൊണ്ട് എൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമം, രസമുള്ള ക്യാരക്ടറായിരുന്നല്ലോ, ഇത് കുറച്ചുകൂടെ എല്ലാം ഇവർ ചെയ്യുമെങ്കിൽ ഞാൻ നിന്ന് കൊടുക്കുക, അതിനുവേണ്ടി പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള മനസ്സിൽ നിശ്ചയിച്ച് അൽഫോൻസിനെ വിളിച്ചു. അൽഫോൻസ് കഴിഞ്ഞെന്ന് പറയുന്നു, ഷൂട്ട് എല്ലാം എൻ്റെ വർക്ക് കഴിഞ്ഞു.
ആ ചേട്ടാ കഴിഞ്ഞു. അവന് 2 ദിവസമല്ലേ പറഞ്ഞു, വേറെ വല്ലതും എടുക്കാനുണ്ടോ, വേറെ വല്ലതും കൂടെ എടുക്കണമെന്നുണ്ടോ? ഇല്ല ചേട്ടാ ഞാൻ ഹാപ്പിയാണ്, ഇത്ര ചേട്ടനെ ഉദ്ദേശിച്ച്. ഞാൻ ചോദിച്ചു ശരി ഇത്രേ ഉള്ളില്ലേ എന്ന് പറഞ്ഞ സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ കൂടുമ്പോഴേ ഭയങ്കര രസമാണ്. പുതിയ ജനറേഷൻ ഈ പറഞ്ഞ കുറച്ച് സംവിധായകരെ ഞാൻ കൂടെ ചെയ്തല്ലോ, വിനീതിന്റെ കൂടെ. വിനീത് എന്നെ വല്ലാതെ കെട്ടിപ്പിടിച്ചു തട്ടത്തിൻ മറയത്തിന്റെ ഷൂട്ടിങ്. ചേട്ടൻ ആ ട്രിവാൻഡ്രം സ്ലാങ്ങില് 4 ദിവസത്തെ വർക്കിന് വിളിച്ചത്. അപ്പൊ 4 ദിവസം കഴിഞ്ഞപ്പോൾ വിനീത് ചേട്ടനെ വല്ലാതെ മിസ് ചെയ്യും. ചേട്ടാ 4 ദിവസം ചേട്ടനുള്ളൂ, പക്ഷെ ചേട്ടനെ മിസ് ചെയ്യുന്നത് എന്നെ അങ്ങ് ഹഗ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കൂടെ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ഒപ്പത്തിന് നിൽക്കുക, അവരുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അല്ല നമ്മളവിടെ കുറെ വർഷമായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏത് സിനിമയാണോ, ഏത് ന്യൂ ജെന്നോ ഓൾഡ് ജെന്നോ, അവിടെ ചെന്ന ഒരു കുപ്പിയിൽ വെള്ളത്തിന്റെ അവസ്ഥയായിരിക്കണം. ഡയറക്ടർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ അത്രേ ഞാൻ എല്ലാ കാലം ചിന്തിക്കാറുള്ളൂ. ഈ പിന്നെ ദിഗംബരൻ എനിക്ക് തോന്നുന്നത് മനോജേട്ടൻ്റെ ഏത് ഇന്റർവ്യൂവിന്റെയും ഒരു മറ്റേ സ്ഥിരമായി ആവർത്തിക്കുന്ന സാധനം. ഈ ദിഗംബരൻ്റെ കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ദിഗംബരൻ എന്ന് പറയുന്നത് ഒരു മീറ്റർ വിട്ടുപോയാൽ, ഇപ്പൊ എല്ലാവരും ഒരു മീറ്റർ വിട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ഡു ആവാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടറാണല്ലോ. പക്ഷെ അതിലൊരു അടക്കമുണ്ടല്ലോ, എല്ലാവരും അതൊരു ഭയങ്കര എക്സ്ട്രീം പ്ലേ എന്ന് പറയുമ്പോഴും അതിൽ കൃത്യമായൊരു അടക്കമുണ്ടല്ലോ പുള്ളി പോലീസുകാരോട് സംസാരിക്കുന്ന രീതിയിൽ. അതേസമയം തന്നെ സുഭദ്ര എന്നുള്ളത് പുള്ളിയുടെ ഏറ്റവും പ്രണയാതുരമായ സംസാരമാണ് അവിടെ നടക്കുന്നത്, ഈ മറ്റേ എണ്ണപ്പാത്തിയിൽ സംസാരിക്കുന്ന സീൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ടല്ലോ. ആളുകൾ പറയുന്നതിൽ ദിഗംബരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം സൈക്കോ ആയിട്ട് ഒറ്റ മോഡിൽ പോകുന്ന ആളുകളല്ലോ, ഈ ഒരുപാട് കയറ്റിറക്കുള്ള ഒരു റോളാണല്ലോ. ശരിക്കും അത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പിന്നീട് ഇപ്പൊ വന്ന് ചോദിച്ചാൽ പോലും ദിഗംബരൻ അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന അടുത്ത മൊമെന്റിൽ ചെയ്യാൻ. എനിക്ക് സത്യം മനീഷ എനിക്ക് അതിന് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. എനിക്ക് ഇപ്പോഴും അറിയില്ല, കാരണം അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമോ? സ്ക്രിപ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു ഔട്ട്ലൈൻ പോലെ അന്ന് സുനിൽ പരമേശ്വരൻ ആദ്യം ഈ ഷൂട്ടിങ്ങിനൊക്കെ ഒരു 4 മാസം മുമ്പ് മദ്രാസിൽ വന്ന് എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അന്ന് മണിമുള്ള രാജചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അന്ന് കേട്ടു, ഞാനത് അപ്പം തന്നെ എടുത്ത് മുഴുവൻ കേട്ട് കഴിഞ്ഞ് പറഞ്ഞ്, ചേട്ടാ ഇത് എന്ത് കണ്ടാണ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത്, ഈ ക്യാരക്ടർക്ക് എനിക്ക് താങ്ങുമോ, എനിക്ക് പറ്റുമോ എന്ന് മണിമുള്ള രാജചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ തന്നൊരു കോൺഫിഡൻസ്, മനോജിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് കമ്മിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ പേടിച്ച് എന്നെ കൊണ്ട് ധൈര്യമായിട്ട് കമ്മിറ്റ് ചെയ്യിപ്പിച്ച രാജചേട്ടനാണ്. അന്ന് കേട്ട് മറന്ന സാധനം പിന്നെ ഈ 4 മാസത്തിനിടയ്ക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് എനിക്ക് വേണമായിരുന്നു, ഒന്ന് വായിക്കണം. ഒന്നാമത് എനിക്ക് തന്നെ ഉള്ളിലൊരു ഭീതിയായിരുന്നു, ഈ ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പം എന്നെ പേഴ്സണലി ഇത് ബാധിക്കുമോ എന്നൊക്കെയുള്ള പേടി തോന്നുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം മന്ത്രങ്ങളും മറ്റതും മറിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, വായിക്കാൻ പേടിയായിരുന്നു. അങ്ങനെ ഷൂട്ടിങ്ങിന് ചെന്ന് ഈ തിരനുരയും ചുരുൾമുടിയും എന്നുള്ള പാട്ട് അങ്ങ് ഈ മേക്കപ്പും കാര്യങ്ങളും ഈ കണ്ണെഴുത്തും ഇതൊക്കെ മറ്റേ തെയ്യത്തിന്റെ കണ്ണും ഇതൊക്കെ വെച്ച് എല്ലാം വെച്ച് ഈ ഷോട്ടിലും കയറി കഴിഞ്ഞപ്പോൾ എവിടുന്നോ കിട്ടിയ ഒരു ശക്തിയോ കാര്യങ്ങളോ ഒരു അനുഗ്രഹമോ ഒക്കെ കൊണ്ടാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. പിന്നെ അതങ്ങനെ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നു. എനിക്ക് അറിയില്ല അതെങ്ങനെ സംഭവിച്ചെന്ന്. അങ്ങനെയൊക്കെ ഇത്രയും സീൻസും കാര്യങ്ങളും ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ക്യാരക്ടർ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഷൂട്ടിങ് കഴിഞ്ഞിട്ടും ഞാൻ 3 വർഷം കഴിഞ്ഞിട്ടാണ് സിനിമ കണ്ടത്. എനിക്ക് അപ്പോഴും പേടി, ഈ ആദ്യം സ്ക്രിപ്റ്റ് വായിക്കാൻ കാണിച്ച അതേ പേടി സിനിമ റിലീസായതിനു ശേഷം എനിക്കൊരു പനിയൊക്കെ വന്നു. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പനിയൊക്കെ വന്നൊരു 2 ആഴ്ച കിടപ്പിലായി. അതോടെ ഞാൻ തീരുമാനിച്ചു ഈ പടം കാണാൻ എനിക്ക് പറ്റിയില്ല, കാണണ്ട, ആകെ മാനസികമായിട്ട് പ്രശ്നമായി. അങ്ങനെ ഞാൻ ജർമ്മനിയിലോ വിയന്നയിലോ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ താമസിച്ചൊരു വീടുണ്ട്. ആ വീട്ടിലെ ആ ചേട്ടൻ എന്നെ ചേട്ടൻ്റെ അനന്തഭദ്രം അസാധ്യമാണ്, ദൈവം കാസറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാസറ്റ് ഉണ്ടോ? ആണോ? അപ്പം ഞാൻ ഓർത്ത് ഒന്ന് കണ്ടാലും ഇപ്പം അന്യനാടല്ലേ, നമ്മളെ ബാധിക്കില്ല, മാനസിക പൊരുത്തപ്പെടാൻ. ഇന്ത്യയിലല്ലല്ലോ, കേരളത്തിലല്ലോ, അപ്പം കുഴപ്പമില്ല, വിയന്നയിൽ നിന്ന് കാണാം, നമ്മളെ ബാധിക്കില്ല. അങ്ങനെ വിയന്നയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ കാസറ്റ് ഇട്ട് ഞാൻ കുറച്ചു നേരം കണ്ടു, മുഴുവൻ കണ്ടില്ല എപ്പോഴും. ഇതാണ് അനന്തഭദ്രവും ഞാനുമായിട്ടുള്ള ബന്ധം. പക്ഷേ ആളുകൾ ഇപ്പം മനീഷ അടക്കമുള്ള ആളുകൾ ഇപ്പം അത് പറയുമ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. എങ്ങനെ ഇത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അത് വേറെ ഒരു കാര്യമുണ്ടല്ലോ, കാരണം വെച്ചാൽ നമ്മൾ ചെയ്ത കഥാപാത്രം തിയേറ്ററിൽ ആ സിനിമയുടെ റണ്ണിങ് ടൈം കഴിയുന്നു, DVD വരുന്നു, പക്ഷെ അവിടെ അവസാനിക്കുന്നില്ലല്ലോ. നമ്മളിപ്പം വേറെ ഒരു അതിനുശേഷം 10ഓ 50ഓ ക്യാരക്ടർ ചെയ്ത് അതിനേക്കാൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ വരുമ്പോഴും അതിൻ്റെ കൂടെ ദിഗംബരനെ കുറിച്ച് പറയുന്നു, ദിഗംബരനെ പോലത്തെ പെർഫോമൻസ് എടുത്ത് പറയുന്നു. അല്ല ഇത് റിപ്പീറ്റേഷൻ ആണെങ്കിൽ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? മൈൽസ്റ്റോൺ ക്യാരക്ടർ അത് മാത്രമല്ല ഇപ്പം എനിക്കതിൽ 2-3 ക്യാരക്ടർ, ഇപ്പം ഞാൻ ഇതുപോലുള്ള ഒരുപാട് ക്യാരക്ടർ പറയുന്ന സമയത്ത് ഇപ്പോൾ കുട്ടൻതമ്പുരാൻ എല്ലാ കാലത്തും സംസാരിക്കുന്നതാണ്, പെരുന്തച്ചലിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സല്ലാപത്തിലെ ദിവാകരൻ പോലത്തെ ക്യാരക്ടർ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അതൊരു സാധാരണ കഥാപാത്രമേ അല്ല. കാരണം ഒരു റെയിൽവേ ട്രാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്ന രീതിയിൽ
അതേപോലെ ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മനോജ് കെ ജി എന്ന് പറയുന്ന ആക്ടറിനെക്കാളും ദിവാകരനെയാണ് നമുക്ക് അവിടെ തോന്നുന്നത്. അയാളുടെ രോഷം, അയാളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഒരു കാര്യം പോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഭയങ്കര റഫായിട്ട്. പക്ഷെ ആ ക്യാരക്ടർ എനിക്കൊന്ന് ആ സമയത്ത് പല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് ഭയങ്കരമായിട്ടൊരു യുണീക്നെസ്സും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലോകദാസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇത് അതുപോലും അല്ലേ അങ്ങനെ ഒരു പെർഫോമൻസ്, ഇങ്ങനെ ഒരു ഭയങ്കര നേരത്തെ നമ്മൾ ഒരു അസാധാരണത്വം തോന്നേണ്ട വിൻസെൻ്റ്, രേഖാചിത്രത്തിലെ ആലീസ് വിൻസെന്റിനെ പോലത്തെ ഒരു ക്യാരക്ടർ തോന്നുമ്പോൾ ഒരു 10 അടി മുകളിലേക്ക് പോയിട്ട് എലവേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഭയങ്കര സട്ടിലായിട്ട് ഇപ്പുറത്ത് ചെയ്യുക എന്ന് പറയുന്ന സംഗതി കൂടിയുണ്ടല്ലോ. ഈ അങ്ങനെ ഒരു നമ്മൾ ഈ വേണമെങ്കിൽ ഒരു പരകായ പ്രവേശം എന്നൊക്കെ പറയുന്നത് അത്തരം ക്യാരക്ടറിലേക്ക് പോവാൻ ഈ പറയുന്ന സ്ക്രിപ്റ്റ് സംഗതി അതിലൊരു തയ്യാറെടുപ്പിൻ്റെ സ്വഭാവം എന്താ ശരിക്കും? തയ്യാറെടുപ്പ് എൻ്റെ ഈശ്വരന്മാരാണ് സത്യം. തയ്യാറെടുപ്പ് സർഗം മുതലേ ഇല്ല. ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. റിപ്പീറ്റേഷൻ ആണെന്ന് വെച്ചാൽ പറയും. ഇപ്പോൾ ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ സർഗത്തിലെ ആ ക്യാരക്ടറിന് ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച മുന്നേ കോഴിക്കോട് അളകാപുരി ഹോട്ടലിലേക്ക് അരൺ സാർ വിളിച്ചു വരുത്തുകയും ഈ ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് മാനറിസംസ് എന്നെ കൊണ്ട് അഭിനയിച്ച് കാണിച്ച് ഇത് നിങ്ങൾ കോട്ടയത്ത് പോയിട്ട് ഒരാഴ്ച നല്ല റിഹേഴ്സൽ ചെയ്തിട്ട് സെറ്റിലേക്ക് വരാവുള്ളൂ പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ കോട്ടയത്ത് പോയി ഇത് ഡ്രീം ഇങ്ങനെ സ്വപ്ന ലോകത്തായിരുന്നു. ഹരിഹരൻ സാറിൻ്റെ പടം സർഗം എന്താവും അറിയില്ല, ഭയങ്കര ഹെവിയാന്ന് തോന്നുന്നു. എന്തായാലും ചെയ്യാം, നമ്മളെ കൊണ്ട് താങ്ങുന്നതല്ല. അത് എനിക്കറിയാം, ഞാനൊരു പൊതുവേ ഒരു മടിയനാണ്. പിന്നെ എവിടെയോ ഒരു ബ്ലെസ്സിങ് ഉണ്ട് എപ്പോഴും. എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത്. അത് ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല, പക്ഷെ പൊതുവേ ഉള്ള ഒരു ഉദാസീനത കൊണ്ട് ഞാനങ്ങ് വിട്ടായിരിക്കും. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ചെന്ന് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നല്ലതായിട്ട് നോക്കിയില്ലേ? ഞാൻ അതെ സാർ, നല്ല പ്രാക്ടീസ്, നന്നായി സാധനം ചെയ്തു. അപ്പം അങ്ങനെ ഒരു പഴശ്ശിരാജയ്ക്ക് ഇതുപോലെ സാർ എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ തലക്കൽ ചന്ത് വേണം കേട്ടോ, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റായിക്കോണം. അറിയാലോ, കാടിൻ്റെ പുത്രനാണ്. കാട് അയാൾക്ക് കളിത്തൊട്ടിലാണെന്നാണ് MT എഴുതി വെച്ചിരിക്കുന്നത്, അത് ഓർത്തോണം. ഞാൻ ശരി സാർ. അങ്ങനെ അവിടെ ചെന്ന് എവിടെ ജിമ്മിലൊക്കെ പോകുന്ന എനിക്ക് അലർജിയാണ്. അങ്ങനെ ജിമ്മിലൊന്നും പോയില്ല. അങ്ങനെ ഈ ഷൂട്ടിങ് തുടങ്ങി. ശരത് കുമാറും മമ്മൂക്കയും ഞാനും സുരേഷ് കൃഷ്ണയും കൂടെ നിൽക്കുന്ന ഏതോ ഷോട്ട് കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പം അരൺ സാറ് വന്നിട്ട് എല്ലാവരും ബെയർ ബോഡി ആയിട്ടല്ലേ നിൽക്കും. മമ്മൂക്ക ബെയർ ബോഡി, ഞാനും ബെയർ ബോഡി, എല്ലാവരും ബെയർ ബോഡി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വരുന്നുണ്ട്. സാർ എല്ലാവരുടെയും ബോഡിയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പണി കിട്ടും. അപ്പോൾ ശരത്ത് പിന്നെ പറയണ്ടല്ലോ, എന്താ ബിൽറ്റല്ലേ. മനോജ്, അപ്പം ഞാൻ അപ്പത്തേക്ക് ഒന്ന് എയർ പിടിച്ച് വയറൊന്ന് അകത്തോട്ട് പിടിച്ച് ഇങ്ങനെ പുറകെ കൈയിട്ട്, ഈ പുറകെ കൈയിട്ട് എന്നാൽ അത്യാവശ്യം ഒരു സ്റ്റൗട്ട് ലുക്ക് വരും. അപ്പോൾ ഞാനിങ്ങനെ നിന്നു. അവിടെ മമ്മൂക്കയോട് ചൂണ്ടിക്കാണിച്ചു, മമ്മൂസേ മനോജിനെ എന്തോ കാര്യമായിട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മമ്മൂക്ക അത് പൊളിച്ചടുക്കി. നമുക്ക് പറയാം, എൻ്റെ പൊന്നു സാറേ, ഒരു ഇല കുനിഞ്ഞെടുക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പുള്ളിക്ക് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം ഞാൻ എപ്പോഴും ഈയിടയ്ക്ക് കണ്ടപ്പോഴും ഒരു ഇലയൊക്കെ കുനിഞ്ഞെടുക്കാൻ ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ, ഈയിടയ്ക്ക് കണ്ടപ്പോഴും പറഞ്ഞു. അപ്പോൾ അതാണ് ഈ പ്രിപ്പറേഷൻ കാര്യമായിട്ടില്ല. പക്ഷേ തലക്കൽ ചന്തുവിൻ്റെ ബോഡിയിലേക്ക് ആരും ഒന്നും നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ തലക്കൽ ചന്തുവിൻ്റെ ഫീലും അയാളുടെ ഭാവങ്ങളും മാത്രമാണ് ഞാൻ മുഖത്ത് കൊണ്ടുവരാൻ നോക്കിയത്. എൻ്റെ ബോഡിയിലേക്ക് നോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു മടി, ഇതൊരു നല്ല ശീലമൊന്നുമല്ല, ഭയങ്കര കുഴപ്പം പിടിച്ച മഹാ ബോറ് ശീലമാണ് എന്നെനിക്കറിയാം. പക്ഷെ പറ്റുന്നില്ല. പക്ഷെ ഞാനൊക്കെ എപ്പോഴും നോക്കുന്ന ആ ക്യാരക്ടറിൻ്റെ ഉള്ളറിഞ്ഞ് അത് എങ്ങനെ എനിക്ക് മുഖത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു, എൻ്റെ കണ്ണുകളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ള മാത്രമാണ് എൻ്റെ ചിന്ത. അത് എല്ലാ കാലത്തും. അതിന് ബോഡിയൊന്നും ഒരു വിലങ്ങുതടിയല്ല ഞാൻ വിശ്വസിക്കുകയാണ്. ബോഡി ഷേപ്പോ അല്ലെങ്കിൽ ബോഡിയുടെ ഒരു ഇതേപോലെ ഫിറ്റ്നസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം മലയാളത്തിൽ മറ്റേ ഇവിടെ തട്ടത്തിൽ മലത്തിൽ മലയാളിക്ക് എന്തിനാടാ 6 പാക്ക് എന്ന് ആ ഫാൻസിപ്പെട്ട ആളാണ് ഞാൻ. ഈ നമ്മുടെ ഇപ്പം ചുരം പറയുകയാണെങ്കിലും തുമ്പോളിക്കടപ്പുറം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണമറ്റ കഥാപാത്രം പറയുമ്പം പലതരം മനുഷ്യരാണ്. ഒരുപക്ഷെ മനോജേട്ടൻ തന്നെ ജീവിതത്തിൽ വ്യക്തിപരമായി പരിചയപ്പെടാൻ സാധിക്കാത്ത തരം മനുഷ്യരെ വരെ ക്യാരക്ടറായിട്ട് സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ വ്യക്തിപരമായിട്ട് ഭയങ്കര അകലത്തുള്ള ഒരു റെഫറൻസ് കിട്ടാത്ത മനുഷ്യരെ വരെ ഈ സ്ക്രിപ്റ്റിൽ അവർ നെയ്തെടുത്തൊരു കഥാപാത്രത്തെ വിശ്വസിച്ച് ഉണ്ടാക്കുമല്ലോ.
അതിൽ ബോഡി ലാംഗ്വേജ് ശരിക്ക് ഏത് മൊമെൻറ്റിലാണ് പിടികിട്ടുന്നത്? ഇപ്പോൾ ഞാൻ വിൻസെൻ്റ് അടക്കമുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ കുറിച്ചുള്ള ഡയറക്ടർ ബ്രീഫ് ഉണ്ട്. എന്നാൽ അവരുടെ ബോഡി ലാംഗ്വേജിലാണ് പോകുന്നത്. മനോജ് കെ ജയൻ ഇങ്ങനെ പൊളിച്ചു മാറ്റിയിട്ട് അവരുടെ ബോഡി ലാംഗ്വേജിലേക്ക് പോകുന്നുണ്ടല്ലോ. നമ്മൾക്ക് ചമയം കാണുമ്പോൾ ഈ തിരയോ കടപ്പുറോ കടലോ അയാൾക്ക് അപരിചിതമല്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ തുമ്പോളി കടപ്പുറം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഇവർ ചെയ്യുന്ന ഒരു ജോലി, ഇപ്പോൾ ചുരം കാണുമ്പോൾ ആ ക്യാരക്ടറിന് ഇത് വളരെ പരിചിതത്വമുള്ളൊരു സംഗതിയാണ്. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ടാണല്ലോ ഓരോ ക്യാരക്ടറും തോന്നുന്നത്. അങ്ങനെ ആ ഒരു പരിചിതത്വം പ്രേക്ഷകർക്ക് വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ ബോഡി ലാംഗ്വേജിൽ എന്താ ശരിക്കും ചെയ്യുക? ഇപ്പോൾ ചുരത്തിലെ കുഞ്ഞുണ്ണി ആയാലും അല്ലെ ചമയത്തിലെ ആൻഡോ ആയാലും ദിഗംബരനായാലും ഒക്കെ അതാണെന്ന് ഞാനങ്ങ് സ്വയം വിശ്വസിക്കുകയാണ്, ഞാനാണെന്ന്. അതാണ് എൻ്റെ ഒരു പരിപാടി. അതാണ് ഇപ്പോൾ വക്കച്ചൻ, ലേറ്റസ്റ്റ് ഉദാഹരണം വക്കച്ചനിലേക്ക് ഞാൻ എത്തി, ആ സെറ്റിലെത്തി, അതിൻ്റെ കോസ്റ്റ്യൂം മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 60% നമ്മളതാവും. അറ്റയർ വൺ ഫാക്ടറാണ്, ഭയങ്കര ഫാക്ടറാണ് അത്. എനിക്കത് ദിഗംബരനിലാണ് ഏറ്റവും ഫീൽ ചെയ്തത്. കാരണം ഒരു പിടിയില്ലാതെ ഞാൻ വേറൊരു സെറ്റിൽ നിന്ന് വേറൊരു ക്യാരക്ടറും ചെയ്ത് ഉച്ച കഴിഞ്ഞ് ദിഗംബരൻ്റെ മേക്കപ്പ് ഇട്ട് കയറിയപ്പോൾ ആ മേക്കപ്പും കോസ്റ്റ്യൂമും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഉള്ളിലുള്ള സാധനമുണ്ടല്ലോ, അതിലേക്ക് നമ്മളങ്ങ് പെട്ടെന്ന് മിന്നൽ പോലെ കയറുകയാണ്. അങ്ങനെയാണ് സാധാരണ വരാറ്. അല്ലാതെ ഈ പറഞ്ഞ പ്രിപ്പറേഷനിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ഞാനിപ്പോൾ മനോഹരേട്ടൻ്റെ അത്രയും ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് റിഹേഴ്സ് ചെയ്യുന്നില്ല എന്നായിരിക്കാം. പക്ഷെ മാനസികമായിട്ട് മുഴുവൻ, അതായത് ആന്തരികമായും മാനസികമായിട്ടും കഥാപാത്രത്തിലേക്ക് യാത്ര തുടങ്ങി, അതായത് ലൊക്കേഷനിലെത്തി വണ്ടിയിൽ ഇറങ്ങുമ്പോൾ പോലും ക്യാരക്ടറിനകത്ത് പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. ഇപ്പം ആ വക്കച്ചൻ വന്ന് ആ റേഞ്ച് റോവറിൽ വന്ന് ആ പോലീസ് ക്വസ്റ്റനിങ്ങിന് വന്ന് ഇറങ്ങുമ്പം മുതൽ അയാളുടെ ഓരോ ബോഡി ലാംഗ്വേജ്, കണ്ണാടി വെക്കുന്നിടത്ത് മുതൽ അയാളുടെ നിഗൂഢതയുണ്ട്. ഈ കണ്ണാടി കണ്ണാടി മാറ്റി മറ്റേ കണ്ണാടി വെക്കുന്ന ഷോട്ട് എടുക്കുമ്പോൾ എനിക്കറിയാം വക്കച്ചൻ്റെ അവസ്ഥ ഇതായിരിക്കണം, ഇവിടെ ഞാൻ ഈ പ്രൊഫൈലിൽ ഞാനത് കൊടുക്കേണ്ടതെന്ന് എൻ്റെ കൃത്യമായ എനിക്ക് ധാരണയുണ്ട്. അത് അവർ പറഞ്ഞു തന്നിട്ടല്ല, അതിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. അതാണ് അതാ ക്യാരക്ടർ പിടിച്ച് നമ്മൾ അതാണെന്ന് നമ്മൾ സ്വയം അങ്ങ് ധരിക്കുകയാണ്. ഇപ്പം ഞാൻ വക്കച്ചനാണ്, വക്കച്ചൻ്റെ ഈ അവസ്ഥ, ഇപ്പം വക്കച്ചനിപ്പം നേരിടാൻ പോകുന്ന വിഷയം ഇതാണ്. ഇവിടെ ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ കണ്ണുകൾ എങ്ങനെയായിരിക്കണം, എൻ്റെ കവിളുകൾ എങ്ങനെയായിരിക്കണം, എല്ലാം എൻ്റെ ബോഡിയിൽ എൻ്റെ വിരലുകൾ എല്ലാം ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ ചെയ്യുന്നതാണ്. അത് ഈ പറഞ്ഞാൽ ആദ്യം മുതലേ എല്ലാ ദിവസവും അവർക്കൊന്നും ഇൻസ്ട്രക്ഷൻ തരാൻ പറ്റില്ല. അതിനൊക്കെയാണല്ലോ അവർ നമ്മളെപ്പോഴുള്ളവർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് കുറേ മാറണം എന്നുള്ളതാണ് വലിയൊരു പരമാർത്ഥം. എനിക്ക് ചോദിക്കാൻ ഇപ്പോഴും ഞാൻ മുമ്പൊരിക്കലും ഇൻ്റർവ്യൂവിൽ നമ്മൾ സംസാരിച്ചപ്പോഴും ഇന്ത്യാവിഷൻ്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പോലും മുരളി എന്ന് പറയുന്ന ആക്ടറുമായിട്ട് നമ്മൾ ഒരു ഗോൾഡൻ കെമിസ്ട്രി, എന്ന് വെച്ചാൽ ഒരു എവർഗ്രീൻ എന്ന് പറയാവുന്ന സാമാന്യതരം കെമിസ്ട്രി. അതിപ്പം വളയമാണെങ്കിലും വെങ്കലമാണെങ്കിലും ചമയമാണെങ്കിലും നിങ്ങൾ ഒന്നിച്ച സിനിമകളെല്ലാം കാര്യത്തിൽ കാണുമ്പോൾ അത് രണ്ട് ധ്രുവങ്ങളിലുള്ള മനുഷ്യരാവാം, പരസ്പരം ചതിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, അതിലൊരു ഒറ്റ നടത്തിയായിട്ടുള്ള ആളുകളാണെങ്കിലും കെമിസ്ട്രിയിൽ ഒരു എന്താ പറയുക, ഒരു അസാധാരണത്വം തോന്നുന്നൊരു സംഗതിയുണ്ട്. അതായത് മനോജ് കെ ജയൻ മുരളി എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ വരുമ്പോൾ ഒരു പെർഫോമൻസിൽ ഒരു ഉള്ളാലം അനുസരിച്ചാണ് പെർഫോം ചെയ്യുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ഒരു കെമിസ്ട്രിയോ പൊരുത്തമോ ഒക്കെ തോന്നാറുള്ളത്. അത് ഈ ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് പിൽക്കാലത്ത് മനസ്സിലായത് മുരളീചേട്ടനോട് അഭിനയിച്ച പടങ്ങളൊക്കെ വീണ്ടും കണ്ടപ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു ഭയങ്കര ഭയങ്കര സൂപ്പർ ആക്ടർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ അദ്ദേഹത്തെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. അപാരം ആക്ടർ, മണ്ണിൻ്റെ മണമുള്ള ക്യാരക്ടർ മാത്രം ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ വേഷം, ഏത് ടൈപ്പ് വേഷവും അദ്ദേഹത്തിന് യോജിക്കുന്നില്ലേ? ഭയങ്കര ഡെപ്തുള്ള ആക്ടറല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ എന്നെപ്പോലും ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഞാനന്ന് കുറച്ച് പടങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. ഈ ചമയം വെങ്കലമൊക്കെ വരുമ്പം ഒരു 8-10 പടമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഭരതേട്ടൻ്റെ സംവിധാനം, വെങ്കലം എഴുതിയത് ലോഹിയേട്ടൻ, ഇവരുടെയൊക്കെ സിനിമയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുമ്പോൾ അതിനൊപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അല്ലാതെ അതിനെ മറികടന്ന് പോകണമെന്ന് ഒരു കാലത്തും ചിന്തിക്കില്ല, അത് നടക്കത്തുമില്ല. അപ്പം അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തു പോയിട്ടുള്ള ആളാണ് ഈ ചമയവും. മുരളീചേട്ടനുള്ള സ്നേഹസാഗരമുണ്ട്, ചമയമുണ്ട്, വെങ്കലമുണ്ട്, വളയമൊക്കെ എന്താ പറയുന്നത്. എനിക്ക് ആദ്യം ഞാൻ ഒഴിഞ്ഞു, കാരണം എനിക്ക് വില്ലൻ ക്യാരക്ടർ ആദ്യമേ സർഗം വന്നപ്പോഴും ഇത്രയും വൃത്തികെട്ടൊരു വില്ലാണ് ശരിക്കും പറഞ്ഞത് വളയത്തിൽ. അപ്പോൾ എനിക്കത് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ച് ഞാൻ ഒഴിവാകാൻ ശ്രമിച്ചു ആദ്യം. അത് കഴിഞ്ഞ് ലോഹിയേട്ടൻ തന്നെ എന്നെ നേരിട്ട് വിളിച്ച് കഥ പറഞ്ഞു, മനോജ് അത് കേട്ടു നോക്കുക, ഹീറോയിക് വില്ലനാണ്. മുരളിയുടെ ക്യാരക്ടറിന് ഒപ്പം നിൽക്കുന്നത് നിങ്ങളാണ്. ഇൻ്റർവെൽ പഞ്ച് പോലും നിങ്ങളുടെ ഫേസിലാണ് പടം ഞങ്ങൾ ഫ്രീസ് ചെയ്യാൻ പോകുന്നത്, അത്രയധികം. അപ്പോൾ ഞാൻ ഓർത്തത് അത് ചെയ്ത് കളയാം എന്ന് പറഞ്ഞു. അതൊരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു. ആ സമയത്ത് അങ്ങനെ എനിക്ക് തോന്നില്ലായിരുന്നു. സർഗമൊക്കെ ആ ഇമേജ് നിൽക്കുമ്പോൾ ഇത്രയും മോശം ഒരു വില്ലനെ ചെയ്യണോ എന്ന് ആലോചിക്കും.
പക്ഷെ അതൊക്കെ ഒരു വലിയ തീരുമാനം എടുത്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഈ മുരളിച്ചേട്ടനുമായിട്ട് പേഴ്സണലി എനിക്ക് അങ്ങനെ റൂമിൽ പോയി ഞങ്ങളിരിക്കുക അല്ലെങ്കിൽ ലൊക്കേഷനിൽ കാണുമ്പോഴുള്ള സ്നേഹവും ചിരിയും ബഹളവും ഒക്കെ ഉള്ളു. അല്ലാതെ റൂമിൽ പോയി കമ്പനി അടിക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ കൂടുക അങ്ങനത്തെ ഒരു ബന്ധങ്ങളും മുരളിച്ചേട്ടനായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ പലരും തെറ്റിദ്ധരിക്കുന്ന മുരളിയായിട്ട് ഇത്രയും പടങ്ങൾ ചെയ്തപ്പോൾ തീവ്ര ബന്ധമായിരിക്കാം. പുള്ളി ഒന്നാമതൊരു ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എപ്പോഴും ചിന്തയും കവിതകളും കടമ്പനിട്ടയും അങ്ങനെയൊക്കെ ഉള്ള കമ്പനികളും ഫ്രണ്ട്ഷിപ്പും ഒരുപാട് വായിക്കുന്ന ആളാണ്. ഞാൻ ഇതൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം ഞാനുമായിട്ട് എങ്ങനെ സിങ്കാവും എന്നുള്ളൊരു വിഷയമുള്ളതുകൊണ്ട് നമ്മുടെ രീതി അതൊന്നുമല്ല. നമ്മൾ വേറെ ഒരു പൈങ്കിളി ലൈനാണ് നമ്മുടെ. അപ്പം അതുമായിട്ട് ചിലപ്പോൾ സെറ്റ് ആവത്തില്ലായിരിക്കും. അങ്ങനെ ഞാൻ ആ കമ്പനിയിലേക്ക് അങ്ങനെ പോയിട്ടില്ല. പക്ഷേ സെറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറുകൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഭീകരമായിരിക്കും. വെങ്കലത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന എന്താ ക്ലീനറോ അല്ലെ കിളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളി, ഡ്രൈവറും. അങ്ങനെ ഒരു ബന്ധം. ചമയത്തിൽ എൻ്റെ ഗുരുനാഥൻ്റെ ബന്ധമാണ്. ചമയത്തിൽ ആൻഡോയ്ക്ക് എസ്തപ്പാനാശൻ ഗുരുവാണ്. പിന്നെ ഒരു പടം ഉണ്ടല്ലോ വെങ്കലം പറഞ്ഞു അല്ലേ? വെങ്കലം പറഞ്ഞു. വെങ്കലത്തിൽ വെങ്കലത്തിൽ സ്വന്തം അനിയൻ. അപ്പൊ അങ്ങനെ 3 തരം ക്യാരക്ടേഴ്സ് അദ്ദേഹമായിട്ട് ചെയ്തു. അതിലൊക്കെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആ ക്യാരക്ടറുകൾ തമ്മിൽ, കഥാപാത്രങ്ങൾക്ക് തമ്മിലൊരു. പക്ഷേ മുരളിച്ചേട്ടനെ എന്നൊന്നും എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ ഞാൻ കരുതിയ ആളെ. ഈ പറഞ്ഞ പോലെ പോയി കൂടെ വേറൊരു സ്ഥലമില്ല, ഞങ്ങളൊന്നും കൂടാൻ അങ്ങനെ ഒരു സ്ഥലമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളൂ. പക്ഷെ ഭയങ്കര റെസ്പെക്റ്റായിട്ട് ഞാൻ കാണുന്ന ആക്ടറാണ് മുരളിച്ചേട്ടൻ. ഈ അഭിനേതാവിന് ഈ പെർഫോമൻസിന് കൊടുക്കുന്ന സമയമാണെങ്കിലും ക്യാരക്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണെങ്കിലും ഒരുപോലാണല്ലോ. പക്ഷേ തിയേറ്ററിൻ്റെയോ പ്രേക്ഷകരുടെ കാര്യത്തിൽ ഇതിൻ്റെ വലിയ സക്സസിനൊപ്പമാണ് പലപ്പോഴും ക്യാരക്ടേഴ്സ് ചർച്ച ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ രേഖാചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ രേഖാചിത്രം നിറഞ്ഞ് പ്രദർശിപ്പിക്കുന്നതുകൊണ്ടുകൂടിയാണ് വക്കച്ചൻ്റെ കാര്യത്തിൽ ഇതും പറയുന്നത്. എപ്പോഴും ഈ പറയുന്ന അതിലൊരു പ്രതീക്ഷയും നിരാശയും മാറി മറിയുന്നൊരു സംഗതി ഉണ്ടല്ലോ. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും തിയേറ്ററിൻ്റെ ആക്സെപ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്താണല്ലോ പെർഫോമൻസ് ഉണ്ടത്. ബാക്കി ഏത് കലയിലും ആ ഒരു സംഗതി ഇല്ലല്ലോ. എന്താണ് പേഴ്സണലി ഇപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര ക്യാരക്ടറിൻ്റെ സക്സസ് സിനിമയുടെ സക്സസിനെ വെച്ച് കാണുന്നത് എങ്ങനെയാണ്? അല്ല, എന്തിനും അൾട്ടിമേറ്റ്ലി സക്സസ് ഒരു വലിയ വിഷയമാണ്. നമ്മൾ സക്സസ് ആവാത്തൊരു പടത്തിൽ ഇപ്പം ഞാൻ ഇതേ വക്കച്ചൻ തന്നെ ഈ പടം ഓടിയില്ലാത്ത ഒരു അനുഭവം വരുവാണെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടത്തില്ല അല്ലേ? സിനിമ ഓടുകയും കൂടെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിലെ ക്യാരക്ടറും ഇതുപോലെ വെളിയിലേക്ക് ഉയർന്നു വരുവുള്ളൂ. അത് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ ഒരു മാജിക് എന്താണെന്ന് അറിയത്തില്ല അല്ലേ? അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലേ? നമ്മളെന്ത് പഠിച്ചു, നമുക്ക് തന്ന ക്യാരക്ടർ മനോഹരമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നന്നായി വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പടം ഓടിയില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു നെഗറ്റിവിറ്റി എവിടുന്നോ കയറി വരിക. അപ്പം ഈ അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ സക്സസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലുണ്ടാവണം, അല്ലെങ്കിൽ ഇതൊന്നും വെളിയിലേക്ക് എത്തില്ല. ഇപ്പം മനീഷിന് മുന്നിൽ തന്നെ ഞാനിവിടെ വരാൻ കാര്യം ഈ സിനിമ ഇത്രയും വലിയ രീതിയിൽ വലിയ വിജയമാവുന്നതുകൊണ്ടാണ് ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നുണക്കുഴി വലിയ ഹിറ്റായിരുന്നു, അന്ന് നമ്മൾ മിസ് ചെയ്തു. നുണക്കുഴി ഭയങ്കര ഹിറ്റായിരുന്നല്ലോ, ലാസ്റ്റ് ഇറങ്ങി നുണക്കുഴിയാണ്. അപ്പം സക്സസ് ഒരു വലിയ ഘടകം തന്നെയാണ്, അത് മസ്റ്റാണ്. മമ്മൂക്ക തന്നെ ഏതൊരു ഫാൻസിൻ്റെ ഒരു മീറ്റിങ്ങിൽ പണ്ട് യൂട്യൂബിൽ ഞാൻ പണ്ട് കണ്ട പുള്ളിവിനെല്ലാം തുറന്നടിക്കല്ലോ, പുള്ളിക്കൊന്നും വിഷയമില്ല. ഒരു മീറ്റിംഗാണ്, കാലിക്കട്ട് എവിടെ നടക്കുന്ന മീറ്റിംഗ്, അതിനകത്ത് കിടപ്പുണ്ട്. ഫാൻസിന് എന്തോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. നിന്റെ ഇഷ്ടത്തിന് പടം ചെയ്യാനിരിക്കല്ലേ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പടം ചെയ്യും, അത് കാണാൻ സൗകര്യം ഉണ്ടോ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു മമ്മൂട്ടിയെ. അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയും വേറിട്ട കഥ. പുള്ളി ഇതൊന്നും നോക്കാൻ നിൽക്കാറില്ല. നമ്മളിപ്പോൾ ഭ്രമയുഗോ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ നമ്മൾ 2023-24 മമ്മൂക്ക ലീഡ് റോളിൽ തന്നെ ഈ പറയുന്ന ഭയങ്കര ഗ്രേ ഷെയ്ഡ് എന്ന് പറയാവുന്ന, ഭയങ്കര നെഗറ്റീവ് എന്ന് പറയാവുന്ന എല്ലാതരം പുതിയ റോളുകൾ പരീക്ഷിക്കാൻ കൂടി തയ്യാറാവുന്നു. അതിൽ നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് ഒരു എന്താ പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഫാൻസിനെ.